ഇത് നമ്മുടെ അങ്കമാലി കുർബാന തർക്കമാണ്. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ മാർ ജോസഫ് പാംപ്ലാനിയുടെ നേതൃത്വത്തിൽ വൈദികരുമായുള്ള സമവായ ചർച്ച ഇന്ന് വീണ്ടും നടക്കും. എറണാകുളം ബിഷപ്പ് ഹൌസിലാകും പ്രതിഷേധ പ്രാർത്ഥനായജ്ഞം നടത്തിയ 21 വൈദികരുമായുള്ള ചർച്ച. അശ്വിൻ പാലാഴിയാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ടുണ്ടായ സംഘർഷമൊക്കെ ഒന്ന് അയവ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ബിഷപ്പ് പാംപ്ലാനിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുന്നു. വൈദികർ പരാതി നൽകിയിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ. അവർ പ്രാർത്ഥനാ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ വലിച്ച് ബലമായി തന്നെ പിടിച്ചു മാറ്റുകയായിരുന്നു. ഇക്കാര്യത്തിൽ അവർ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്നുള്ള ചർച്ചകൾ അത് ഏത് രീതിയിലാകും? സുനിത ക്രിസ്റ്റിന, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമവായ ചർച്ച നടന്നിരുന്നു. അതിന് പിന്നാലെ മാർ ജോസഫ് പാംപ്ലാനിയുമായി ഒരു പ്രാഥമിക ചർച്ച നടക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് രണ്ടാം വട്ടവും വീണ്ടും ഒരു കൂടിയിരിക്കലും ചർച്ചയും ഒരു സമവായത്തിലേക്ക് നീങ്ങാനുള്ള നീക്കവുമായി ഇന്ന് നടക്കുന്നത്. രാവിലെ 10 മണിക്ക് എറണാകുളത്തെ ബിഷപ്പ് ഹൌസിൽ വെച്ച് തന്നെയാണ് ഈ സമരവുമായി മുന്നോട്ട് പോകുന്ന 21 വൈദികരുമായൊരു സമവായ ചർച്ച നടക്കുക. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ പ്രശ്നങ്ങളിലൊരു ശാശ്വത പരിഹാരമാണ്. ഒപ്പം ബിഷപ്പ് ഹൌസിലും ബസിലിക്കയിലും ഒക്കെ ഇപ്പോൾ ഈ വൈദികർക്കും അവരുടെ വിശ്വാസികൾക്കും കയറുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. നിയമപരമായി പോലീസും അതിനെ പ്രതിഷേധത്തിന്റെ സാഹചര്യമൊക്കെ എടുത്ത് വിലക്കിയിട്ടുണ്ട്. അങ്ങനെ ബിഷപ്പ് ഹൌസിലേക്ക് കയറുന്നതിന് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്നുള്ളൊരു ആവശ്യം കൂടി ഈ വൈദികർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിലൊക്കെ ഒരു സമവായ ചർച്ചയായിരിക്കും ഇന്ന് പ്രധാനമായും ഉണ്ടാവുക. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പോലീസ് നടപടിയിൽ DGPക്കും മുഖ്യമന്ത്രിക്കും പോലീസിനും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ വൈദികർ പരാതിയും നൽകിയിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ സമവായ ചർച്ചയിൽ ഉണ്ടാകും. ഏറ്റവും പ്രധാനമായി കുർബാന തർക്കത്തിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്ന കാര്യം. അശ്വിൻ പാലാഴിയാണ് സഭാതർക്കവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയത്.